2025 ഫെബ്രുവരി മാസം ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബൈബിറ്റ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് $1.5 ബില്യൺ മൂല്യം വരുന്ന ക്രിപ്റ്റോ കറൻസികൾ ഹാക്ക് ചെയ്യപ്പെട്ടതായിട്ട് വാർത്തകൾ വന്നു. ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ അന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ കവർച്ചയായിരുന്നു അത്. വാർത്തകൾ വന്നതിന് പിന്നാലെ അതിന് പിന്നിൽ ആരാണെന്നുള്ള വെളിപ്പെടുത്തലുകളും പുറത്തു വന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഇരുമ്പുകോട്ടയിലെ ഏകാധിപതി കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയയിലെ കുപ്രസിദ്ധമായ ഹാക്കിംഗ് ഗ്രൂപ്പായ ലാസറസ് ഗ്രൂപ്പായിരുന്നു അത്. സോണി പിക്ചേഴ്സിനെ ഹാക്ക് ചെയ്ത് മുട്ടിൽ നിർത്തിച്ചതും ബംഗ്ലാദേശ് ബാങ്കുകളെ ഹാക്ക് ചെയ്ത് $81 മില്യൺ കവർന്നതിലും എന്തിന് ഇന്ത്യയിലെ ആണവ നിലയത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതിലും ഇവർക്ക് പങ്കുണ്ട്. 2009 മുതൽ സജീവമായി സൈബർ ഹാക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണിത്. വിവിധ വർഷങ്ങളിലായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ മേൽപ്പറഞ്ഞതുപോലെയുള്ള പല സൈബർ ക്രൈമുകളിലും ഇവർ കുറ്റാരോപിതരായിട്ടുണ്ട്. പക്ഷേ ഇവരെ നിയന്ത്രിക്കാനോ തടുത്തു നിർത്താനോ വരുതിയിലാക്കാനോ അമേരിക്കയുടെ FBI പോലുള്ള സംഘടനകൾക്ക് പോലും സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയുന്നത് പോലെ നോർത്ത് കൊറിയൻ സർക്കാരിൻ്റെ അറിവും ഒത്താശയോടും കൂടിയിട്ടാണ് ലാസറസ് ഗ്രൂപ്പ് ഇത്തരം ഹാക്കിംഗ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. എന്നാൽ എങ്ങനെയാണ് ലാസറസ് ഗ്രൂപ്പിൻ്റെ തുടക്കം? എന്തിനായിരിക്കും നോർത്ത് കൊറിയൻ സർക്കാർ ഇത്തരം സൈബർ ക്രൈം നടത്തുന്ന കുപ്രസിദ്ധമായ ഗ്രൂപ്പുകളെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത്? എന്താണ് അവർക്ക് ഇതുകൊണ്ടുള്ള ലാഭം? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് വൈകിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 30 ദിവസത്തോളം വൈകിട്ടുണ്ട്. യൂട്യൂബ് തുടങ്ങിയതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കിൽപ്പെട്ടു പോയിട്ട് വീഡിയോ വൈകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത യൂട്യൂബ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് കുറച്ചധികം പേരിലേക്ക് വീഡിയോ എത്തിക്കുന്നതാണ്. ആ കാര്യം എന്താണെങ്കിലും ഒന്ന് പരിഗണിക്കാൻ. നമുക്ക് എന്തായാലും നേരെ വിഷയത്തിലേക്ക് പോകാം. പുറത്ത് വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ലാസറസ് ഗ്രൂപ്പിൻ്റെ തുടക്കം 2009 2011 സൗത്ത് കൊറിയയ്ക്കെതിരെ നടത്തിയ സൈബർ അറ്റാക്കിലൂടെയാണ് ഇവരെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അന്ന് സൗത്ത് കൊറിയയുടെ മീഡിയ ഔട്ട്ലെറ്റുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വെബ്സൈറ്റുകൾ, എന്തിന് അവിടുത്തെ അമേരിക്കൻ മിലിറ്ററി സംവിധാനങ്ങൾക്ക് നേരെ പോലും ഈ സൈബർ ആക്രമണം ഉണ്ടായി. എന്നാലും എന്തുകൊണ്ടാണ് സൗത്ത് കൊറിയയെ അവർ ടാർഗറ്റ് ചെയ്തത്? കാര്യം വളരെ സിമ്പിളാണ്. ഈ മാപ്പ് നോക്കിയാൽ നമുക്കറിയാം, സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും അയൽ രാജ്യങ്ങളാണ്, അടുത്തടുത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അതുമാത്രമല്ല, അയൽ രാജ്യങ്ങൾക്കിടയിൽ പലപ്പോഴും ശത്രുതയുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ചരിത്രപരമായിട്ട് വളരെ വലിയ ശത്രുതയിൽ കഴിയുന്ന രാജ്യങ്ങളാണ്. ആശയപരമായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നോർത്ത് കൊറിയ നമുക്കറിയുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമാണ്. സൗത്ത് കൊറിയ ആണെങ്കിൽ അമേരിക്കൻ പിന്തുണയോടെ നിലവിൽ വന്ന ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യവുമാണ്. അപ്പോൾ തങ്ങളുടെ ശത്രു രാജ്യത്തിനെതിരെ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാതെ ഇത്തരം സൈബർ ആക്രമണങ്ങളിലൂടെ ദുർബലമാക്കുക എന്ന രീതിയാണ് ഇവിടെ നോർത്ത് കൊറിയ സ്വീകരിച്ചത്. അതിനുവേണ്ടി തന്നെയാണ് നോർത്ത് കൊറിയ അഥവാ ഉത്തര കൊറിയ ഇത്തരം സംഘങ്ങളെ വളർത്തിയെടുക്കുന്നതും. അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇനി ലാസറസ് ഗ്രൂപ്പിനെ ഇങ്ങനെ ശത്രു രാജ്യങ്ങൾക്കെതിരെ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അവരുടെ ഏകാധിപത്യക്കെതിരെ ആര് തിരിഞ്ഞാലും അവരെ നിശബ്ദരാക്കാൻ ഈ ഗ്രൂപ്പ് ഇറങ്ങാറുണ്ട്. ആ കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ജോലിയിലും ജീവിതത്തിലും കമ്പ്യൂട്ടറുകൾക്ക്, പ്രത്യേകിച്ച് AI ടെക്നോളജികൾക്ക് ഇപ്പോൾ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ജീവിതത്തിലും ജോലിയിലും വളർച്ച ഉണ്ടാവാൻ AI അത്യാവശ്യമാണ്. അത് പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇത് സൗജന്യമായിട്ട് പഠിക്കാൻ ഒരു 2 ഡേ എക്സ്ക്ലൂസീവ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് ഇപ്പോൾ ഔട്ട്സ്കിൽ ഒരുക്കുന്നുണ്ട്. വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 7 മണി വരെയാണ് ഈ ക്ലാസ്സുകൾ ഉണ്ടാവുക. ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. 10,000 രൂപ വിലമതിക്കുന്ന ക്ലാസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കമൻറ്റിലെ ലിങ്ക് നോക്കിക്കോളൂ. വൈകിയാൽ സീറ്റ് ഫില്ലാവും. ഇതൊരു ഇൻ്ററാക്റ്റീവ് ലൈവ് ട്രെയിനിങ് വർക്ക്ഷോപ്പാണ്. 10ലധികം AI ടൂളുകൾ ഉപയോഗിക്കാൻ നമുക്കിവിടെ പഠിക്കാം. പ്രൊഫഷണൽ AI ടൂൾ കിറ്റ്സ് ഉണ്ടാക്കാനും, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മാസ്റ്റർ ചെയ്യാനും, റെപ്പറ്റേറ്റീവ് ടാസ്കുകളെ AI ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാനും, കോഡിംഗ് ഇല്ലാതെ എങ്ങനെ ഡാറ്റ അനലൈസിംഗ് നടത്താമെന്നതും, AI ടൂളുകളും ഏജന്റുകളും സ്വന്തമായി ഉണ്ടാക്കാനുള്ള അറിവുകളും എല്ലാം ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ 40ലധികം രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പ്രൊഫഷണൽസ് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പോളിസി മാനേജ്മെന്റ്, ബിസിനസ്, നിങ്ങൾ ഏത് മേഖലയിൽ നിന്നുള്ള ആളാണെങ്കിലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ ക്ലാസ്സുകൾ ഇപ്പോൾ സൗജന്യമാണല്ലോ, അതുകൊണ്ട് അവസരം കളയേണ്ട. ലിങ്കും കാര്യങ്ങളും എല്ലാം കമന്റിലുണ്ട്, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തോളൂ. 2014 മറ്റൊരു സംഭവം നടന്നു. അന്ന് ഒരു സൈബർ ആക്രമണത്തിലൂടെ സോണി പിക്ചേഴ്സിന്റെ റിലീസ് ആവാനിരുന്ന സിനിമകളും ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങളും, എന്തിന് സോണിയുടെ എക്സിക്യൂട്ടീവ്സും ബിസിനസ് പാർട്ട്നേഴ്സും തമ്മിലുള്ള ഒഫീഷ്യൽ ഇമെയിലുകൾ അടക്കം ഇതേ ഹാക്കേഴ്സ് ചോർത്തി. പിന്നീട് പതുക്കെ ഈ സെൻസിറ്റീവായ വിവരങ്ങളടക്കം അവർ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തു. സോണിയുടെ റെപ്യൂട്ടേഷനെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതായിരുന്നു ഈ സംഭവം കാരണം ജീവനക്കാർക്കും ബിസിനസ് പാർട്ട്നേഴ്സിനും കൊടുത്ത നഷ്ടപരിഹാരം ഉൾപ്പെടെ ഏതാണ്ട് $100 മില്യൺ സോണിക്ക് നഷ്ടം വന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഒരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവാം, എന്തിനാണ് നോർത്ത് കൊറിയയ്ക്ക് സോണി പിക്ചേഴ്സിനോട് ഇത്രയും വിരോധമുള്ളത്? നോർത്ത് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ വധിക്കാനുള്ള ഗൂഢാലോചന ഉൾപ്പെട്ട ഒരു കോമഡി ചിത്രം ഉണ്ടായിരുന്നു. ദി ഇൻ്റർവ്യൂ എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് സോണിയായിരുന്നു. ആ വിവരം ഉത്തര കൊറിയൻ സർക്കാരിന് ലഭിച്ചു എന്ന് മാത്രമല്ല,
സോണിക്കിട്ടൊരു പണി കൊടുക്കണം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. അതുതന്നെയാണ് പ്രധാനമായിട്ടും ഈ ആക്രമണത്തിൻ്റെ കാരണം. പിന്നീട് എന്തായാലും ഈ ചിത്രം തിയേറ്ററുകളിലും ഓൺലൈൻ വഴിയായിട്ടും എല്ലാം പ്രദർശിപ്പിക്കപ്പെട്ടു എന്നതും ചരിത്രം തന്നെയാണ്. എങ്കിൽ പോലും ഒരു ഭയം വിതയ്ക്കാൻ ലാസറസ് ഗ്രൂപ്പിന് അന്ന് തന്നെ സാധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ആദ്യ സമയത്തൊക്കെ ഇങ്ങനെ നോർത്ത് കൊറിയയുടെ ശത്രു രാജ്യങ്ങളെയും അല്ലെങ്കിൽ അവരെ എതിർക്കുന്നവരെയും ഒക്കെ നേരിടുന്ന ഈ സംഘം 2016 തങ്ങളുടെ രീതി മാറ്റുന്നതായിട്ട് കാണാം. അതിൻ്റെ പ്രധാന കാരണം നോർത്ത് കൊറിയയുടെ ആണവ പരീക്ഷണങ്ങളും അതിനെതിരെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ എതിർപ്പുമാണ്. ചരിത്രം നോക്കിയാൽ നോർത്ത് കൊറിയ 2006 തന്നെ ആണവ രാജ്യമായിട്ട് മാറിയിരുന്നു. സ്വാഭാവികമായും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ എതിർപ്പിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് അവർ ആണവ രാജ്യമായിട്ട് മാറിയത്. അതിനാൽ അവർക്ക് മേലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ എന്ന് നമുക്ക് പറയാം, വലിയ രീതിയിലുള്ള ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഉപരോധം 2016 വീണ്ടും ശക്തമായതായിട്ട് കാണാം. അതിനുള്ള കാരണം 2016 ഉത്തര കൊറിയ അവരുടെ ആണവ മിസൈൽ പരീക്ഷണം വിജയകരമായിട്ട് നടപ്പിലാക്കിയതാണ്. അവർ നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ആണവ പരീക്ഷണമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ എതിർപ്പിന് വലിയ രീതിയിൽ കാരണമാകുന്നുണ്ട്. ഉത്തര കൊറിയയ്ക്കെതിരെ വീണ്ടും അമേരിക്കയുടെ ഉപരോധം വരികയാണ്. അവർ നോർത്ത് കൊറിയയിൽ നിന്ന് കൽക്കരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനാണ് ഇക്കുറി ഉപരോധം ഏർപ്പെടുത്തിയത്. 2016 ഉത്തര കൊറിയയുടെ കയറ്റുമതി വരുമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 40% കൽക്കരിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. എന്നാൽ 2016 ശേഷം ഉപരോധം ശക്തമായതിനു ശേഷം ഈ വരുമാനം ഇല്ലാതായി. ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? വരുമാനത്തിനായിട്ട് മറ്റ് മാർഗങ്ങൾ തേടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അവർ സമ്പത്തിന് വേണ്ടി പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥാപനങ്ങളെ ഈ സൈബർ ഹാക്കിംഗ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ 2016 അവർ ബംഗ്ലാദേശ് ബാങ്കിൻ്റെ ഫോറിൻ റിസർവിനെയാണ് നോട്ടമിടുന്നത്. ഇത് നടപ്പിലാക്കിയ രീതിയും വളരെ രസകരമായിരുന്നു. ആദ്യമായിട്ട് റസൽ ആലം എന്നു പേരുള്ള ഒരു ഇമെയിൽ ഐഡിയിൽ നിന്ന് ബംഗ്ലാദേശ് ബാങ്കിൻ്റെ പല ജീവനക്കാർക്കും ഒരു ഇമെയിൽ ലഭിക്കുകയാണ്. ഇത് സാധാരണ ഒരാൾ ബാങ്കിലേക്ക് ജോലി അന്വേഷിച്ച് അയക്കുന്ന ഒരു ഇമെയിൽ പോലെ തോന്നിക്കുന്ന ഒരു ഇമെയിൽ തന്നെയായിരുന്നു. അതിൽ ജോലി അന്വേഷിക്കുന്ന ആളുടെ CV-യും കവർ ലെറ്ററും എല്ലാം ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള അഭ്യർത്ഥനയുണ്ടായിരുന്നു. ശരിക്കും ആ പേരിൽ ആ ഇമെയിൽ അയച്ചത് ലാസറസ് ഗ്രൂപ്പായിരുന്നു. ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ആ വെബ്സൈറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത് CV-യും മറ്റു ഡോക്യുമെൻറ്റുകളും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യുന്ന ആളുടെ സിസ്റ്റത്തിൽ ലാസറസ് ഗ്രൂപ്പിൻ്റെ മാൽവെയർ, അതായത് ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വൈറസ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു സിസ്റ്റത്തിലൂടെ ബാങ്കിൻ്റെ മൊത്തം നെറ്റ്വർക്കിലേക്ക് അവർക്ക് ആക്സസ് കിട്ടുകയാണെന്ന് മാത്രമല്ല, $81 മില്യൺ അവർ ബംഗ്ലാദേശ് ബാങ്കിൻ്റെ ഫോറിൻ റിസർവിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കൊള്ളയടിച്ചു. മറ്റൊരു സംഭവം നോക്കിയാൽ 2017 ആ വർഷം ക്രിപ്റ്റോ മാർക്കറ്റ് വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസറസ് ഗ്രൂപ്പ് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകളെ ഹാക്കിങ്ങിലൂടെ ടാർഗറ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സൗത്ത് കൊറിയയുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്ന് 200 മില്യണോളം മൂല്യമുള്ള ബിറ്റ്കോയിൻ കവർച്ച നടത്തിക്കൊണ്ടാണ് അവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് സൗത്ത് കൊറിയ നമ്മൾ നോക്കിയാൽ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ ട്രേഡിംഗ് മാർക്കറ്റായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് കൊറിയയുടെ നമ്പർ 1 ശത്രു കൂടിയാണ് സൗത്ത് കൊറിയ. ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്റർനെറ്റിൽ ക്രിപ്റ്റോഗ്രഫി എന്ന മെത്തേഡ് ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ്. സാധാരണ നമ്മുടെ ഡോളർ, റുപ്പി അങ്ങനെയുള്ള കറൻസികളെ വെച്ച് നോക്കിയാൽ ഇത് സർക്കാരോ ബാങ്കുകളോ ഒന്നുമല്ല നിയന്ത്രിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസ് എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അഥവാ രേഖപ്പെടുത്തുന്നത് ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്ന ഒരു ഡിജിറ്റൽ ലെഡ്ജർ വഴിയാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി നമ്മൾ നോക്കിയാൽ ബിറ്റ്കോയിൻ തന്നെയാണ്. അതുപോലെ എതീരിയം, റിപ്പിൾ, ഡോജ് കോയിൻ അങ്ങനെ പല തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളും ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പബ്ലിക് അക്കൗണ്ട് നമ്പർ നമുക്കുള്ളതുപോലെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ഒരു പബ്ലിക് കീ ഉണ്ട്. അതുപോലെ നമ്മുടെ ATM പിൻ പോലെ ഒരു സീക്രട്ട് നമ്പറായിട്ട് ഒരു പ്രൈവറ്റ് കീയും ക്രിപ്റ്റോ കറൻസികൾക്ക് ഉണ്ടാവും. ഇവിടെ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നടക്കുന്നത്. അതായത് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് സുരക്ഷിതമാണ് എങ്കിലും ഫിഷിംഗ് അറ്റാക്കുകൾ വഴിയെല്ലാം നമ്മുടെ ക്രിപ്റ്റോ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത പിന്നെയും നിലനിൽക്കുന്നുണ്ട്. പിന്നെ പല ഫ്രോഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലെല്ലാം പലരും രജിസ്റ്റർ ചെയ്യുന്നത് കാണാറുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അവിടെയും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ 2025 സമാന തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ബൈബിറ്റ് എന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് ലാസറസ് ഗ്രൂപ്പ് ക്രിപ്റ്റോ കറൻസികൾ ഹാക്ക് ചെയ്ത് സ്വന്തമാക്കുന്നത്. ഇവിടെ അവർ ചെയ്ത രീതിയും കൗതുകമുണർത്തുന്നത് തന്നെയായിരുന്നു. ബൈബിറ്റ് എക്സ്ചേഞ്ചിന്റെ ക്രിപ്റ്റോ വാലറ്റ് പ്രൊവൈഡേഴ്സ് ആയിരുന്നു സേഫ് വാലറ്റ്സ് എന്നറിയപ്പെടുന്ന മൾട്ടി സൈൻ വാലറ്റ് സോഫ്റ്റ്വെയർ. അവരുടെ എംപ്ലോയീസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഒരു മാൽവെയർ കോഡ് രൂപത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഏകദേശം $1.5 ബില്യൺ വരുന്ന 5,15,000 എത്തീരിയം ടോക്കൺസ് ആണ് ഹാക്കേഴ്സ് ഈ സംഭവത്തിലൂടെ സ്വന്തമാക്കി മാറ്റുന്നത്. അധികം വൈകാതെ ഈ ക്രിപ്റ്റോ കറൻസി കൊള്ള നടത്തിയത് ലാസറസ് ഗ്രൂപ്പ് ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ശരിക്കും പറഞ്ഞാൽ നോർത്ത് കൊറിയൻ സർക്കാരിൻ്റെ കീഴിൽ, അതായത് അവരുടെ ഇന്റലിജൻസ് വകുപ്പിൻ്റെ കീഴിൽ
ഈ ഒരു ഗ്രൂപ്പ് മാത്രമല്ല. അൻഡാരിയൽ, ബ്ലൂ നൂർഫ്, സ്കാർക്രാഫ്റ്റ്, കിംസുക്കി തുടങ്ങിയ ഹാക്കിംഗ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിയാൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഗ്രൂപ്പുകളാണ്. മറ്റൊരു സംശയം തോന്നാം, ഇങ്ങനെ ഹാക്കിങ്ങിലൂടെ സ്വന്തമാക്കുന്ന പണമെല്ലാം ഇവരെന്താണ് ചെയ്യുന്നത്? വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ ആണവ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. അതും ലോകത്തിന് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനും ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള അത്യാധുനിക ആയുധ നിർമ്മാണങ്ങൾക്കുമൊക്കെ വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും അമേരിക്ക പോലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ മാത്രമല്ല UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഉൾപ്പെടെയുള്ള ഉപരോധം നേരിടുന്ന രാജ്യമാണ് ഉത്തര കൊറിയ അഥവാ നോർത്ത് കൊറിയ. ഒരുപക്ഷെ ഇത്തരം സാങ്ഷൻസ് കാരണം, ഉപരോധങ്ങൾ കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നതും മറ്റ് രാജ്യങ്ങളുമായി സ്വാഭാവിക രീതിയിൽ വ്യാപാരം നടത്താനോ അതുവഴി സമ്പത്ത് വർദ്ധിപ്പിക്കാനോ സാധിക്കാത്തതും ഇത്തരം പ്രവർത്തനങ്ങൾ, അധാർമിക പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയാം, നടത്തുന്നതിനും അവിടുത്തെ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത്തരം സൈബർ അറ്റാക്കിങ്ങുകൾ നടത്താൻ ചെറുപ്പത്തിലെ തന്നെ, അതായത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഹാക്കേഴ്സിനെ വളർത്തിയെടുക്കാൻ നോർത്ത് കൊറിയ ശ്രമിക്കുന്നുണ്ട്. നോർത്ത് കൊറിയ എന്ന രാജ്യം ഒരു ഏകാധിപത്യ രാജ്യമാണ്. ഫ്രീ ഇൻ്റർനെറ്റ് എന്നൊരു സങ്കല്പം പോലും അവിടെ നിലനിൽക്കുന്നില്ല. അവിടുത്തെ ഇൻ്റർനെറ്റ് ഉപയോഗം തന്നെ വളരെ നിയന്ത്രിതമായ അളവിലാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇൻ്റർനെറ്റ്, സൈബർ സെക്യൂരിറ്റി മുതലായവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതെല്ലാം പഠിച്ച് ഹാക്കേഴ്സിനെ വളർത്തിയെടുക്കാനും പരിശീലനത്തിനായിട്ട് വിദ്യാർത്ഥികളെ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നോർത്ത് കൊറിയൻ സർക്കാർ അയക്കുന്നത്. പല രാജ്യങ്ങളും പല തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ട് നോക്കിയാൽ നോർത്ത് കൊറിയയ്ക്ക് എപ്പോഴും നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ആ രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുമുണ്ട്. കാരണം ഈ രാജ്യങ്ങൾ പ്രധാനമായിട്ടും അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾക്ക് എതിരെ നിലനിൽക്കുന്ന, എതിർ ചേരിയിൽ നിലനിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഈ രാജ്യങ്ങളുടെ എല്ലാം സഹായത്തോടെ പരിശീലനം കിട്ടുന്ന ഹാക്കേഴ്സ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളെയും ഇതുപോലെ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നോർത്ത് കൊറിയയ്ക്ക് വലിയ രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഉപരോധം നേരിടുന്നത് കൊണ്ടുള്ള നഷ്ടം നോർത്ത് കൊറിയ പരിഹരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ഈ ഹാക്കേഴ്സ് ഇന്ത്യക്കെതിരെയും സൈബർ അറ്റാക്കിന് ശ്രമിച്ചതും വാർത്തയായിരുന്നു. അതും തമിഴ്നാട്ടിലെ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെയായിരുന്നു ഈ ആക്രമണം. 2019 നടന്നത്. ശ്രദ്ധിക്കണം, ആണവ നിലയത്തിനു നേരെയാണ് ഇവരുടെ സൈബർ അറ്റാക്കിംഗ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ആരായിരിക്കും? ആ രാജ്യത്തിൻ്റെ ശത്രു രാജ്യങ്ങൾ. അപ്പോൾ നമ്മുടെ അയൽക്കാരെ തന്നെ സ്വാഭാവികമായിട്ടും സംശയിക്കാം. നോർത്ത് കൊറിയ ചൈനയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ആണവ രഹസ്യങ്ങൾ ചൈനയ്ക്കോ അതുവഴി പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്കോ ചോർത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം ഹാക്കേഴ്സ് ഈ ഒരു നീക്കത്തിന് മുതിർന്നത്. പക്ഷേ ഇന്ത്യ ഈ ഭീഷണിയെ അതിജീവിക്കുകയും സിസ്റ്റത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച മാൽവെയറുകളെ നിർവീര്യമാക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് വാർത്തകൾ പുറത്തു വന്നത്. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ നോർത്ത് കൊറിയയ്ക്ക് നേരിട്ട് ഇന്ത്യയോട് വിരോധമില്ല എങ്കിലും മറ്റ് രാജ്യങ്ങൾക്കായിട്ട് ഇത്തരം ചാരവൃത്തി നടത്തുന്നതിലൂടെ പണം സമ്പാദിക്കുക എന്നത് തന്നെയായിരിക്കാം അവർ ലക്ഷ്യമിട്ടത്. ചൈന എന്ന രാജ്യം ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് നോർത്ത് കൊറിയയ്ക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും നോർത്ത് കൊറിയയുടെ ആണവ രഹസ്യങ്ങൾ എതിർക്കുന്ന രാജ്യമാണ് ചൈന. സ്വാഭാവികമായിട്ടും നമുക്ക് അത്ഭുതം തോന്നാം. ഇതിൻ്റെ കാരണവും ശരിക്കും വിചിത്രം തന്നെയാണ്. നോർത്ത് കൊറിയയ്ക്ക് മേലുള്ള നിരോധനങ്ങളെ ചൈന പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. കാരണം നോർത്ത് കൊറിയ എത്രത്തോളം മിലിറ്ററി പ്രതിരോധ സംവിധാനങ്ങളിൽ ശക്തമാവുന്നുവോ അത്രത്തോളം അമേരിക്ക അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. അതായത് നോർത്ത് കൊറിയയുടെ അതിർത്തിയിൽ അമേരിക്കൻ സഖ്യകക്ഷികളായ ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവിടങ്ങളിലായിട്ട് അമേരിക്ക കൂടുതൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് ചൈനയ്ക്ക് വലിയൊരു ഭീഷണി തന്നെയാണ്. കാരണം ചൈനയുടെ അതിർത്തിയിൽ അമേരിക്ക ശക്തി പ്രാപിക്കുന്നത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയ ഉപരോധങ്ങളിൽ കഴിയുകയും അതുമൂലം സമ്പത്തിന് വേണ്ടി ഇത്തരം സൈബർ ക്രൈമുകൾ നടത്തുകയും ചെയ്യുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ആണവ രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ നോർത്ത് കൊറിയയെ ഏൽപ്പിക്കുന്നത് കൊണ്ട് ചൈന നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുന്നുമില്ല. അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹാക്കേഴ്സ് ജപ്പാൻ, സൗത്ത് കൊറിയ, അമേരിക്ക, ഇനി അതുമല്ല ചൈന ശത്രുസ്ഥാനത്ത് കാണുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്നത് മൂലം, സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് മൂലം ചൈനയ്ക്ക് കൂടുതൽ ഗുണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപരോധം മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു രാജ്യത്തെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് ചൈന ഇവിടെ കണക്കുകൂട്ടുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു വാർത്തയും വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഈ ഗ്രൂപ്പുകളുടെ ആക്രമണം ആണവ നിലയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നല്ല. ബൈബിറ്റ് എന്ന ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ആക്രമിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയതും മികച്ചതുമായിരുന്ന ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ വസീറക്സിനെയും 2024 ഇതേ സൈബർ ടീം കൊള്ളയടിച്ചിരുന്നു.
പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം $235 മില്യൺ വില മതിക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ് അവർ വസീറക്സ് എന്ന പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്തുകൊണ്ട് തട്ടിയെടുത്തത്. ഇത് വസീറക്സിന്റെ തന്നെ ക്രിപ്റ്റോ അസറ്റുകളുടെ 45% വരുന്ന വലിയൊരു സംഖ്യയായിരുന്നു. അടുത്തിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുടെയും ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കമ്പനികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലാസറസ് ഗ്രൂപ്പ് സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ജപ്പാനിലെ മാത്രമല്ല അമേരിക്കയിലെയും വലിയ വലിയ കമ്പനികളെ ഈ ഗ്രൂപ്പുകൾ ഇപ്പോഴേ ലക്ഷ്യമിടുന്നുണ്ട്. ഇതേ സംഭവങ്ങളെല്ലാം കൊണ്ട് തന്നെ സൗത്ത് കൊറിയ, അമേരിക്ക, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഒരുപോലെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം സംയുക്തമായിട്ടാണ് വസീറക്സിനെതിരെ നടത്തിയ സൈബർ ആക്രമണം ആരാണ് നടത്തിയത് എന്ന കാര്യം കണ്ടുപിടിച്ചതും പുറത്തുവിട്ടതും. ലാസറസ് എന്ന ഗ്രൂപ്പ് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ലോകത്തിന് അതോടെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ 4 രാജ്യങ്ങളുടെയും സർക്കാരുകളും ഒരുമിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങളെ നേരിടുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഒരു സംശയമായിരുന്നു, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അമേരിക്കയും ജപ്പാനും സൗത്ത് കൊറിയയും എല്ലാം അതിനെതിരെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി സജ്ജമാവുന്നത് എന്ന കാര്യം. മുകളിൽ പറഞ്ഞ വസ്തുതകളിലൂടെ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 ലോകത്തിൻ്റെ പല ബാങ്കുകളിൽ നിന്നും $1.3 ബില്യൺ മോഷ്ടിച്ചു എന്നാരോപിച്ച് 3 നോർത്ത് കൊറിയൻ ഹാക്കേഴ്സിനെതിരെ അമേരിക്ക കുറ്റപത്രവും പുറത്തിറക്കിയിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ അറസ്റ്റും വിചാരണയും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ പക്ഷേ തിരിച്ചടിയാവുന്ന ഒരു ഘടകം, ഇത്തരത്തിൽ സൈബർ ക്രൈമുകളിൽ പങ്കാളികളായ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നോർത്ത് കൊറിയയുടെ കാര്യത്തിൽ മാത്രം പ്രാവർത്തികമാകുന്നില്ല. കാരണം ആ രാജ്യം ഇപ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടെല്ലാം നയതന്ത്രപരമായിട്ട് ബന്ധമില്ലാത്ത ധാരാളം ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ഉപരോധങ്ങൾക്ക് ഇനി സാധ്യതയില്ല. ഇവിടെ നോർത്ത് കൊറിയ പക്ഷേ ഇത്തരം സൈബർ ക്രൈമുകളിൽ പങ്കാളിയായി എന്നുള്ള ആരോപണം പാടെ നിരസിക്കുകയും തങ്ങളുടെ രാജ്യത്തെ ഇതേ ഗ്രൂപ്പുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കയും അമേരിക്കയുടെ കൂലി എഴുത്തുകാരും പടച്ചുവിടുന്ന തന്ത്രങ്ങൾ മാത്രമാണ്, കള്ളക്കഥകൾ മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സൈബർ അറ്റാക്കിന് വിധേയമായ രാജ്യങ്ങൾക്ക് നോർത്ത് കൊറിയയുമായിട്ട് നയതന്ത്ര ബന്ധമില്ല എന്നതും നോർത്ത് കൊറിയയെ ഇവിടെ പ്രതിരോധത്തിലാക്കുന്നില്ല. കാരണം നയതന്ത്ര ബന്ധം ഇനി വിച്ഛേദിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറ്റവാളികളായി ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ കൈമാറാനുള്ള ഒരു നടപടിയും ആ രാജ്യങ്ങളും നോർത്ത് കൊറിയയും തമ്മിൽ നിലനിൽക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രൈമുകളിൽ കുറ്റവാളികളായ ആളുകളെ കണ്ടെത്തിയാൽ പോലും തുടർന്നും അവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് അവരെ തടയുക എന്നത് ലോകത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കൂടാതെ സൈബർ നിയമങ്ങൾ ഓരോ രാജ്യങ്ങളും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലും വേഗത്തിലാണ് നമ്മുടെ സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിന് മുകളിലായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കുറ്റവാളികൾക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നോർത്ത് കൊറിയ ആഗോള സൈബർ എൻഫോഴ്സ്മെൻറ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യവുമല്ല. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയ എന്ന രാജ്യത്തെ, ഉത്തര കൊറിയ എന്ന രാജ്യത്തെ നിരോധനങ്ങളിലൂടെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ കൂടാനേ കാരണമാവും. പക്ഷേ അമേരിക്ക പോലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ രാഷ്ട്രീയപരമായി ആ രാജ്യത്തോട് കാണിക്കുന്ന അയിത്തം അതിൽ വലിയൊരു ഘടകമാണെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് തന്നെ നോർത്ത് കൊറിയയുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കാനുള്ള ചെറിയ ശ്രമങ്ങളെല്ലാം നടന്നിരുന്നുവെങ്കിലും ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എത്ര നല്ല ബന്ധമുണ്ടാക്കാൻ ഏത് രാജ്യങ്ങൾ ശ്രമിച്ചാലും ഉപരോധങ്ങൾ മൂലം പണത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്ന രാജ്യം, യാതൊരു എത്തിക്സും ലോകത്തോട് കാണിച്ചിട്ടില്ല എന്ന് പരക്കെ അഭിപ്രായമുള്ളൊരു രാജ്യം ഈ അടുത്ത കാലത്തൊന്നും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് കുറവ് വരുത്തുമെന്നോ അല്ലെങ്കിൽ അവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ തടയിടാൻ അന്താരാഷ്ട്ര ഏജൻസികൾക്കോ രാജ്യങ്ങൾക്കോ സാധിക്കുമോ എന്നും നമുക്ക് പറയാനാകില്ല. കാര്യങ്ങൾ എന്താണെങ്കിലും ഉത്തര കൊറിയയിലെ ഹാക്കേഴ്സ് ഗ്രൂപ്പിൻ്റെ വളർച്ച എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും എന്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ അവരെ സഹായിക്കുന്നത് എന്നും അവർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് 2-3 ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ 2 ഡേ എക്സ്ക്ലൂസീവ് ട്രെയിനിങ് വർക്ക്ഷോപ്പിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.